നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിച്ചത് വോട്ട് കൊള്ളയിലൂടെയെന്ന് കത്തോലിക്കാ സഭയുടെ തൃശൂർ അതിരൂപത. മുഖമാസികയിലെ ലേഖനത്തിലാണ് സഭയുടെ വിമർശനം. സുരേഷ് ഗോപിയെ ക്രിസ്ത്യൻ പള്ളികളിലേക്ക് പറഞ്ഞയച്ചത് RSS ഗൂഢാലോചന, ചില മെത്രാൻമാർ ഈ കെണിയിൽ വീണെന്നും മുഖപത്രം. സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിന്മേൽ നിയമസഭയിൽ ചർച്ച നടക്കും. ഉച്ചയ്ക്ക് 12 മുതൽ 2 മണിക്കൂർ ചർച്ച. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ ഉൾപ്പെട്ട പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭാ കവാടത്തിനു മുന്നിൽ MLA മാർ നടത്തുന്ന സത്യഗ്രഹം തുടരുന്നു. സനീഷ് കുമാർ ജോസഫും AKM അഷ്റഫും സത്യഗ്രഹം തുടങ്ങിയത് ഇന്നലെ ഉച്ച മുതൽ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതിയ മേൽശാന്തിയെ തെരഞ്ഞെടുക്കാനുള്ള നറുക്കെടുപ്പ് ഇന്ന് നടക്കും. ഉച്ചപൂജയ്ക്ക് ശേഷം ഭക്തജനങ്ങളുടെയും ദേവസ്വം അധികൃതരുടെയും സാന്നിധ്യത്തിലാണ് നറുക്കെടുപ്പ്. പാലിയേക്കര ടോൾ വിഷയം ഹൈക്കോടതി നാളെ വീണ്ടും പരിഗണിക്കും. പുതിയ റിപ്പോർട്ട് നൽകാൻ RTOയുടെയും പോലീസ് അധികാരികളുടെയും നേതൃത്വത്തിൽ ഇന്ന് ദേശീയപാതയിൽ പരിശോധന. വാർത്തകളിലേക്ക് വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത് വോട്ട് കൊള്ളയിലൂടെയാണെന്ന് സിറോ മലബാർ സഭ തൃശൂർ അതിരൂപത. കത്തോലിക്കാ സഭയുടെ മുഖമാസികയിലെ ലേഖനത്തിലാണ് സഭ സുരേഷ് ഗോപിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത്. വോട്ടർ പട്ടികയിലെ തട്ടിപ്പ് മറച്ചുപിടിക്കാൻ സുരേഷ് ഗോപിയെ ക്രിസ്ത്യൻ പള്ളികളിലേക്കും കരുവന്നൂർ തട്ടിപ്പിന്റെ ഇരകളുടെ വീടുകളിലേക്കും കോളനികളിലേക്കും പറഞ്ഞയച്ചത് RSSന്റെ ഗൂഢതന്ത്രമാണെന്ന് ലേഖനത്തിൽ ആരോപിക്കുന്നു. ചില മെത്രാൻമാർ ഈ തന്ത്രത്തിൽ വീണെന്നും ലേഖനത്തിലുണ്ട്. തൃശൂരിന് പുറത്തുള്ള 1 ലക്ഷത്തോളം ആളുകളെ വോട്ടർ പട്ടികയിൽ തിരുകി കയറ്റിയാണ് സുരേഷ് ഗോപി വിജയിച്ചത്. പുകമറയുണ്ടാക്കി ക്രിസ്ത്യൻ വോട്ടുകൾ BJPക്ക് മറിഞ്ഞു എന്ന തെറ്റായ പ്രചരണം ഇപ്പോഴും RSS നടത്തുകയാണെന്നും ലേഖനം ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനു പുറമെ കേസരിയിലെ ക്രൈസ്തവ വിരുദ്ധ ലേഖനത്തിലും തൃശൂർ അതിരൂപതയുടെ മുഖപത്രം വിമർശനവുമായെത്തി. സംഘപരിവാർ സംഘടനകൾക്ക് വർഗീയ അന്ധതയാണെന്ന് പത്രം വിമർശിച്ചു. ഇന്ത്യയിൽ ഇന്ന് നിരപരാധികളെ കൊടുക്കാൻ ഏറ്റവും വലിയ ആയുധമാണ് മാവോയിസ്റ്റ് ബന്ധം. ഇതെടുത്ത് മിഷണറിമാർക്കെതിരെ ഉപയോഗിക്കുകയാണെന്നും വിമർശനമുണ്ട്. TCV ന്യൂസ്, തൃശൂർ. സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിന്മേൽ നിയമസഭയിൽ ചർച്ച നടക്കും. N. ഷംസുദ്ദീനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഉച്ചയ്ക്ക് 12 മുതൽ 2 മണിക്കൂർ വിഷയത്തിൽ ചർച്ച നടക്കും. ചർച്ചയ്ക്ക് ആരോഗ്യമന്ത്രി മറുപടി പറയും. തുടർച്ചയായ 2ാം ദിവസമാണ് അടിയന്തര പ്രമേയത്തിൽ സഭയിൽ ചർച്ച നടക്കുന്നത്. ഇന്നലെ പോലീസ് അതിക്രമങ്ങൾക്കെതിരായ അടിയന്തര പ്രമേയത്തിലും ചർച്ച അനുവദിച്ചിരുന്നു. അതിനിടെ സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പാലക്കാട് സ്വദേശിയായ 29 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. 15-നാണ് രോഗലക്ഷണങ്ങളോടെ യുവാവിനെ എത്തിച്ചത്. മൈക്രോബയോളജി ലാബിൽ നടത്തിയ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചു. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ ഉൾപ്പെട്ട 5 പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭാ കവാടത്തിന് മുന്നിൽ MLA മാർ നടത്തുന്ന സത്യഗ്രഹം തുടരുന്നു. കോൺഗ്രസിന്റെ സനീഷ് കുമാർ ജോസഫും മുസ്ലിം ലീഗിന്റെ AKM അഷ്റഫുമാണ് ഇന്നലെ ഉച്ച മുതൽ സത്യഗ്രഹം ആരംഭിച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ പുറത്താക്കും വരെ സമരം തുടരുമെന്നാണ് പ്രതിപക്ഷ നിലപാട്. ഇന്നലെ ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയ ചർച്ച നടന്നിരുന്നു. പിന്നാലെ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. സഭാ സമ്മേളനത്തിലുടനീളം വിഷയം സജീവ ചർച്ചയാക്കാൻ ലക്ഷ്യമിട്ടാണ് MLA മാർ സത്യഗ്രഹം നടത്തുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതിയ മേൽശാന്തിയെ തെരഞ്ഞെടുക്കാനുള്ള നറുക്കെടുപ്പ് ഇന്ന് നടക്കും. ഉച്ചപൂജ കഴിഞ്ഞ് ക്ഷേത്രനട തുറന്നാൽ നമസ്കാര മണ്ഡപത്തിൽ ഭക്തജനങ്ങളുടെയും ദേവസ്വം അധികൃതരുടെയും സാന്നിധ്യത്തിലാണ് നറുക്കെടുപ്പ്. മേൽശാന്തി കവപ്രമാറത്ത് അച്യുതൻ നമ്പൂതിരി നറുക്കെടുപ്പ് നിർവഹിക്കും. പുതിയ മേൽശാന്തി 12 ദിവസത്തെ ഭജനത്തിന് ശേഷം 30-ന് രാത്രി ചുമതലയേൽക്കും. ഒക്ടോബർ 1 മുതൽ 6 മാസത്തേക്കാണ് ചുമതല. മേൽശാന്തി നിയമനത്തിനായി ഇക്കുറി 67 അപേക്ഷകളാണ് ലഭിച്ചത്. ഇതിൽ അയോഗ്യതയുള്ള 4 പേരെ ഒഴിവാക്കി. ബാക്കി അപേക്ഷകരുമായി തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് കൂടിക്കാഴ്ച നടത്തുകയാണ്. ഇവരിൽ നിന്ന് യോഗ്യതയുള്ളവരെ കണ്ടെത്തിയാണ് നറുക്കെടുപ്പിൽ പങ്കെടുപ്പിക്കുക. പാലിയേക്കര ടോൾ വിഷയം ഹൈക്കോടതി നാളെ വീണ്ടും പരിഗണിക്കും. ടോൾ പിരിവ് തടഞ്ഞ ഇടക്കാല ഉത്തരവ് അതുവരെ തുടരും. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച് ഹർജിക്കാരുടെ പരാതികൾ കൂടി പരിഗണിച്ച് റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനായി RTOയുടെയും പോലീസ് അധികാരികളുടെയും നേതൃത്വത്തിൽ ഇന്ന് ദേശീയപാതയിൽ പരിശോധന നടത്തും. അതേസമയം പ്രശ്നപരിഹാരത്തിന് കളക്ടർ നൽകിയ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ നിലപാട്. ടോൾ പിരിവ് നിർത്തിവെച്ചതിനാൽ വലിയ നഷ്ടമാണ് നേരിടുന്നതെന്നും ഉടൻ പുനഃസ്ഥാപിക്കണമെന്നും ദേശീയപാത അതോറിറ്റി ഇന്നലെ ആവശ്യമുന്നയിച്ചിരുന്നു. ആർക്കും നഷ്ടമുണ്ടാക്കാനല്ല, പൊതു താൽപര്യം സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ഹർജി പരിഗണിക്കുന്ന ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് ഹരിശങ്കർ V. മേനോൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു.
കേരളത്തിൽ വീണ്ടും ഇടിമിന്നലോടുകൂടിയുള്ള ശക്തമായ മഴയെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ആളൂർ പഞ്ചായത്തിൽ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടി. 15 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. ആരോഗ്യ ജാഗ്രതയുടെ ഭാഗമായി മഞ്ഞപ്പിത്തം പോലുള്ള പകർച്ചവ്യാധികൾ പിടിപെടുവാനുള്ള സാഹചര്യം മുൻനിർത്തിയാണ് പരിശോധന നടത്തിയത്. ആളൂരിലെ ബാർ ഹോട്ടലായ കല്ലടയിൽ നിന്നും 2 മാസം മുൻപ് കാലാവധി കഴിഞ്ഞ 2 കുപ്പി ഗ്രീൻ ചില്ലി സോസ്, 7 ലിറ്റർ വിനാഗിരി, നിരോധിക്കപ്പെട്ട പ്ലാസ്റ്റിക് കാരി ബാഗുകൾ എന്നിവ പിടിച്ചെടുത്തു. കൂടാതെ ഫ്രീസറിൽ നിന്നും പഴകിയ ഇറച്ചി വിഭവങ്ങൾ, മീൻകറി, പായസം എന്നിവയും പിടികൂടി. കുഴിക്കാട്ടുശ്ശേരി 3 സ്റ്റാർ ബേക്കേഴ്സിൽ നിന്നും 4 ദിവസം മുൻപ് കാലാവധി തീർന്ന 4 പാൽ പാക്കറ്റുകൾ, ഷേക്ക് ഉണ്ടാക്കുവാൻ വേണ്ടി വലിയ പാത്രത്തിൽ ഫ്രീസ് ചെയ്തു വെച്ചിരിക്കുന്ന പഴകിയ പാൽ എന്നിവ കണ്ടെത്തി. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഇവ നശിപ്പിച്ചു. പരിശോധനയിൽ പഞ്ചായത്ത് ലൈസൻസ് പുതുക്കാത്ത 2 സ്ഥാപനങ്ങൾ, പുകയില വിരുദ്ധ ബോർഡ് സ്ഥാപിക്കാത്ത സ്ഥാപനം എന്നിവയ്ക്കെതിരെ പിഴ ഈടാക്കി. ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ റോയ് വിൽഫ്രഡിന്റെ നേതൃത്വത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രാഗി, ജിനേഷ്, ആശംസ് എന്നിവരാണ് പരിശോധന നടത്തിയത്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ദേശീയപാത 66 കൊടുങ്ങല്ലൂരിലെ CI ഓഫീസ് ജംഗ്ഷനിൽ അടിപ്പാത വരില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കൊടുങ്ങല്ലൂരിലെ എൽത്തുരുത്തിൽ നടന്ന കലുങ്ക് സൗഹൃദ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 100 കണക്കിന് കുടുംബങ്ങളുടെ ഗതാഗത മാർഗം തടയുന്നത് ഒഴിവാക്കാൻ അടിപ്പാത നിർമ്മാണമെന്ന ആവശ്യം പരിഗണിക്കപ്പെടില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. നിർമ്മാണം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ അടിപ്പാത നിർമ്മിക്കൽ അപ്രായോഗികമാണ്. നിർമ്മാണം തുടങ്ങും മുന്നേ സർക്കാരും ജനപ്രതിനിധികളും എവിടെയായിരുന്നു? ദേശീയപാത നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ സ്ഥലമെടുത്തു നൽകിയിട്ടില്ല. കേന്ദ്രമാണ് പണം നൽകി സ്ഥലമെടുത്തതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. VP തുരുത്തിൽ ദേശീയപാതയിലേക്ക് കടക്കാൻ മാർഗമില്ലെന്ന പരാതിയിൽ ദേശീയപാത ഉദ്യോഗസ്ഥനെ ഫോണിൽ വിളിച്ച് മന്ത്രി വിശദീകരണം തേടി. എൽത്തുരുത്ത് സബ് ഹെൽത്ത് സെന്ററിൽ സ്ഥിരമായി ഡോക്ടറെ നിയോഗിക്കണമെന്ന ആവശ്യത്തിനുള്ള മറുപടിയിൽ താൻ ആരോഗ്യമന്ത്രിയെ വിളിക്കാമെന്നും ഫലമില്ലെങ്കിൽ സർക്കാർ അനുവദിച്ചാൽ സ്വന്തം ചിലവിൽ 3 മാസത്തേക്ക് ഡോക്ടറെ ഏർപ്പാടാക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ പ്രാദേശിക വിഷയങ്ങളും സൗഹൃദ സംഗമത്തിൽ ചർച്ച ചെയ്തു. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. സിനിമാ കഥാപാത്രങ്ങളിൽ നിന്നും പുറത്തിറങ്ങാൻ തനിക്ക് സൗകര്യമില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് ഭരത് ചന്ദ്രൻ. സിനിമ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. കൊടുങ്ങല്ലൂരിലെ എൽത്തുരുത്തിൽ കലുങ്ക് സൗഹൃദ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇനിയും വേലായുധൻ ചേട്ടന്മാരെ താൻ അയക്കും. പാർട്ടിക്കാർ തയ്യാറായി ഇരുന്നോളണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സോഷ്യൽ മീഡിയ പ്രചരണങ്ങളെ കണക്കിലെടുക്കേണ്ടതില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൊടുങ്ങല്ലൂർ എൽത്തുരുത്തിൽ നടന്ന സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ സംവാദ വേദിയിൽ DCC അംഗം, തൃശൂർ DCC മെമ്പറും മുൻ ബ്ലോക്ക് പ്രസിഡന്റുമായ പ്രൊഫസർ CG ചെന്താമരാക്ഷാണ് കലുങ്ക് സൗഹൃദ സംഗമത്തിൽ പങ്കെടുത്തത്. ചെന്താമരാക്ഷൻ പ്രസിഡന്റായുള്ള ശ്രീവിദ്യാ പ്രകാശിനി സഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തായിരുന്നു പരിപാടി. സഭാ പ്രസിഡന്റ് എന്ന നിലയിലാണ് പരിപാടിയിൽ പങ്കെടുത്തതെന്നാണ് ചെന്താമരാക്ഷന്റെ വിശദീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് 75ാം പിറന്നാൾ. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് വിപുലമായ ആഘോഷ പരിപാടികൾക്ക് കേന്ദ്ര സർക്കാരും BJPയും തുടക്കമിട്ടു. BJPയുടെ നേതൃത്വത്തിൽ രാജ്യമെമ്പാടും 2 ആഴ്ചത്തെ സേവനവാരം ആചരിക്കും. രക്തദാന, ആരോഗ്യ ക്യാമ്പുകൾ, ശുചിത്വ ദൗത്യങ്ങൾ, പരിസ്ഥിതി ബോധവൽക്കരണം, കായികമേളകൾ തുടങ്ങിയവ സംഘടിപ്പിക്കും. പിറന്നാൾ ദിനം പ്രധാനമന്ത്രി മധ്യപ്രദേശിലെ ധാർ ജില്ലയിൽ രാജ്യത്തെ ആദ്യ PM മിത്ര ടെക്സ്റ്റൈൽ പാർക്കിന് തറക്കല്ലിടും. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഗോബോ നന്ദിര T-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്.
വീണ്ടും വാർത്തകളിലേക്ക്. ഏനാമാവ് വടക്കേ കൊഞ്ചിറ കോൾപ്പടവിൽ കർഷകർ വിത്തിറക്കി. 310 ഏക്കർ വിസ്തൃതിയുള്ള കോൾപ്പടവിൽ ഉമാവിത്ത് ഉപയോഗിച്ചാണ് കൃഷി ഇറക്കിയത്. കോൾപ്പടവ് കമ്മിറ്റി പ്രസിഡന്റ് ടി വി ഹരിദാസൻ വിത ഉത്സവം ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ഹരി മഞ്ചറമ്പത്ത് അധ്യക്ഷനായിരുന്നു. വെങ്കടങ്ങ് കൃഷി ഓഫീസർ ഐഷ അദീന കൃഷി പരിപാലന രീതികൾ വിശദീകരിച്ചു. കോൾപ്പടവ് കമ്മിറ്റി ഭാരവാഹികളായ AR രവീന്ദ്രൻ, ബിജോയ് പെരുമാട്ടിൽ, PA ഹാരിസ് ഹാജി, PM കുഞ്ഞുബാബു ഹാജി, TA രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇലക്ട്രിക്കൽ ഡിവിഷൻ ഓഫീസിനു മുന്നിൽ വിശദീകരണ യോഗം നടത്തി. KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി C പ്രദീപൻ യോഗം ഉദ്ഘാടനം ചെയ്തു. പെൻഷനേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ കമ്മിറ്റി പ്രസിഡന്റ് KV ജോസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം NT ബേബി, ഡിവിഷൻ സെക്രട്ടറി TV ദേവദാസ്, ജില്ലാ ട്രഷറർ TV ജയൻ, K സൈനുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിൽ സീഡ് ക്ലബ്ബ് ഗ്രീൻ വേവ്സിന്റെ നേതൃത്വത്തിൽ ഓസോൺ ദിനം ആചരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ പ്രസിഡന്റ് പ്രൊഫസർ KR ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ പ്രധാനാധ്യാപിക KP ബിന്ദു, HSS വിഭാഗം പ്രധാനാധ്യാപിക അനിത, സീഡ് ക്ലബ്ബ് കോർഡിനേറ്റർ സുനില തുടങ്ങിയവർ സംസാരിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മറ്റത്തൂർ മേഖലാ സമ്മേളനം ചെട്ടിച്ചാലിൽ സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം സരിത രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ദിവ്യ സുധീഷ് അധ്യക്ഷത വഹിച്ചു. ഏരിയ പ്രസിഡന്റ് അമ്പിളി സോമൻ, മേഖലാ സെക്രട്ടറി ആശ ഉണ്ണികൃഷ്ണൻ, ട്രഷറർ അശ്വതി വിബി, സംഘാടക സമിതി വൈസ് ചെയർമാൻ PS പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. കടങ്ങോട് GLP സ്കൂളിലെ ശാസ്ത്രമേളയും കലോത്സവവും കടങ്ങോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ് അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരം VG പ്രകാശ് വിശിഷ്ടാതിഥിയായി. PTA പ്രസിഡന്റ് MM ജസീന, MPTA പ്രസിഡന്റ് VM സുനിത, പ്രധാനാധ്യാപിക VG പ്രമീള, സ്കൂൾ ലീഡർ CR ഹരിവ്യാസ് തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിന്റെ സ്കൂളുകളിൽ കലാമികവുകളെ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ അവസരം ഈ വേദി സ്ഥാപിക്കാൻ ഒപ്പില്ല. ഈ വർഷം 100-ലധികം കണ്ണുകൾ ദാനം ചെയ്ത് ഒന്നാമതെത്തിയ ഇരിങ്ങാലക്കുട രൂപത ഹൃദയ പാലിയേറ്റീവ് കെയറിന് ഐബാങ്ക് അസോസിയേഷൻ ഭാരവാഹികൾ അവാർഡ് സമ്മാനിച്ചു. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ സംഘടിപ്പിച്ച നേത്രദാന പക്ഷാചരണ സമാപന യോഗത്തിലാണ് അവാർഡ് സമ്മാനിച്ചത്. ഹൃദയ പാലിയേറ്റീവ് കെയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഷാജു ചിറയത്ത്, ഫാദർ ജോസഫ് മാളിയേക്കൽ, ഫാദർ റിൻഡോ തെക്കിനേത്ത് എന്നിവർ ചേർന്ന് സിനിമാ താരം മാത്യു തോമസിൽ നിന്ന് അവാർഡ് സ്വീകരിച്ചു. പാവർട്ടി സെന്റ് തോമസ് ആശ്രമ ദേവാലയത്തിൽ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാളിനും 40 മണിക്കൂർ ആരാധനയ്ക്കും കൊടിയേറി. ആശ്രമാധിപൻ ഫാദർ ജോസഫ് ആലപ്പാട്ട് കൊടിയേറ്റം നിർവഹിച്ചു. ആശ്രമ ദേവാലയത്തിൽ 40 മണിക്കൂർ ആരാധന ഈ മാസം 25, 26, 27 തീയതികളിൽ നടക്കും. 28-നാണ് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാളും ആശ്രമ ദേവാലയത്തിലെ ശതാബ്ദി ആഘോഷവും. ചാഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ നിർവഹിച്ചു. ചേലുള്ള ചാഴൂറാക്കാൻ എന്റെ വോട്ട് കോൺഗ്രസിന് എന്ന തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ പ്രകാശനം ചെയ്തു. ഉമ്മൻചാണ്ടി കാരുണ്യ ക്ഷേമ പെൻഷൻ പദ്ധതിയുടെ 6ാമത് മാസത്തെ വിതരണത്തിന്റെ ആദ്യ തുക മുൻ ബൂത്ത് പ്രസിഡന്റ് തായാട്ട് കൊച്ചുവേലായുധന് ചടങ്ങിൽ കൈമാറി. ചാഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു സായിറാം അധ്യക്ഷത വഹിച്ചു. സുനിൽ ലാലൂർ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ്, KK അശോകൻ, ജോൺ ജേക്കബ്, ഉണ്ണികൃഷ്ണൻ ഏങ്ങൂർ തുടങ്ങിയവർ സംസാരിച്ചു. അവരെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് ഈ ഗവൺമെന്റിനെ പുകഴ്ത്താനുള്ള അനുവാദം കിട്ടിയിരിക്കും. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,240 രൂപ, പവന് 81,920 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Golds and Diamonds. സുവർണ നിമിഷങ്ങൾ, കലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR Golden Diamonds, തൃപ്രയാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിച്ചത് വോട്ട് കൊള്ളയിലൂടെയെന്ന് കത്തോലിക്ക സഭയുടെ തൃശൂർ അതിരൂപത. മുഖമാസികയിലെ ലേഖനത്തിലാണ് സഭയുടെ വിമർശനം. സുരേഷ് ഗോപിയെ ക്രിസ്ത്യൻ പള്ളികളിലേക്ക് പറഞ്ഞയച്ചത് RSS ഗൂഢാലോചന, ചില മെത്രാൻമാർ ഈ കെണിയിൽ വീണെന്നും മുഖപത്രം. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിന്മേൽ നിയമസഭയിൽ ചർച്ച നടക്കും. ഉച്ചയ്ക്ക് 12 മുതൽ 2 മണിക്കൂർ ചർച്ച. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ ഉൾപ്പെട്ട പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭാ കവാടത്തിന് മുന്നിൽ MLA-മാർ നടത്തുന്ന സത്യഗ്രഹം തുടരുന്നു. സനീഷ് കുമാർ ജോസഫും AKM അഷ്റഫും സത്യഗ്രഹം തുടങ്ങിയത് ഇന്നലെ ഉച്ച മുതൽ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതിയ മേൽശാന്തിയെ തെരഞ്ഞെടുക്കാനുള്ള നറുക്കെടുപ്പ് ഇന്ന്. ഉച്ചപൂജയ്ക്ക് ശേഷം ഭക്തജനങ്ങളുടെയും ദേവസ്വം അധികൃതരുടെയും സാന്നിധ്യത്തിലാണ് നറുക്കെടുപ്പ്. പാലിയേക്കര ടോൾ വിഷയം ഹൈക്കോടതി നാളെ വീണ്ടും പരിഗണിക്കും. പുതിയ റിപ്പോർട്ട് നൽകാൻ RTOയുടെയും പോലീസ് അധികാരികളുടെയും നേതൃത്വത്തിൽ ഇന്ന് ദേശീയപാതയിൽ പരിശോധന. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.